ഹായ്, നമുക്ക് കുറഞ്ഞ ചിലവിൽ എങ്ങനെ നമ്മുടെ വീട് വൃത്തിയാക്കാൻ നമുക്ക് കാണാം. ബാ. ആദ്യം നമ്മളിത് ഫുള്ളും നല്ല വൃത്തിയായിട്ട് നല്ല തേച്ചുരച്ച അഴുക്കെല്ലാം കളഞ്ഞ് നമ്മളൊന്ന് കഴുകണം. ബാ സഹായി ബാ. എന്തായാലും ഞാൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ചൂല് വെച്ചാണ് ആദ്യം തുടങ്ങിയത്, പക്ഷേ അതിലൊന്നും പോണില്ല. മോളോട്ടിയോട് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടിരാൻ പറഞ്ഞ് അവൾ വെള്ളം ഒരു സൈഡിൽ നിന്ന് അങ്ങറ്റം മുതലേ നനച്ച് പോകുന്നുണ്ട്. ഭയങ്കര പാട് കേട്ടോ. സാരമില്ല, സ്ക്രബ്ബർ വെച്ചാണ് നന്നായിട്ട് ഉരച്ച് കഴുകിയത്. കുറേ സമയം എടുത്ത് കഴുകാൻ. രണ്ടുപേരും കൂടെ ഉണ്ട്. ഒരാൾ കിടന്ന് നല്ല ഉറക്കം തൊട്ടിലാണ്, മറ്റേ ആൾ അകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. പക്ഷേ ആളുടെ ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇത് മൊത്തം ഇപ്പം കുളമാക്കാൻ നമ്മുടെ ഒപ്പം ഉണ്ടാവുമായിരുന്നു. ആൾ ഉറങ്ങിയ സമയം നോക്കിയാണ് ഞാനും മോളോട്ടിയോടെ ഇറങ്ങിയത്. ഞങ്ങളുടെ വീട്ടിൽ ഏണിയില്ല. അടുത്ത വീട്ടിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരോട് ചെന്നാണ് ഏണി എടുത്തിട്ട് വന്നത്. എന്നിട്ട് കുത്തിച്ചാരി വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. മോളോട്ടി ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ എല്ലാ കാര്യത്തിലും. ഇതിന് മാത്രമല്ല എല്ലാ കാര്യത്തിലും ഫുൾ സപ്പോർട്ടാണ്. ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചാൽ ഉറപ്പുണ്ട് ആടുന്നുണ്ടോയെന്നൊക്കെ നോക്കി ഇറങ്ങി. എൻ്റെ ഇത് ശരിയാവാത്തൊരു മോളും കൂടെ ഒന്ന് നോക്കുവാണ്. എന്നെ തള്ളി ഉന്തിയിട്ടിട്ടാണ് പുള്ളിക്കാരത്ത് കയറുന്നത്. കയറി നോക്കി. കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഈ ഒരു ചാക്ക് പൊടിക്ക് വെറും 150 രൂപയേ ഉള്ളൂ. ആ പൊടി എടുത്തിട്ട് അതാ കൊണ്ടുവന്ന് വെച്ചു. അതിന് ശേഷം പത്ത് ലിറ്റർ വെള്ളത്തിലാണ് ആ ഒരു ചാക്ക് പൊടി കലക്കേണ്ടതെന്നാണ് കടക്കാരൻ എനിക്ക് പറഞ്ഞു തന്നേക്കുന്നത്. അതനുസരിച്ചാണ് ചെയ്യുന്നത്. എന്തായാലും ഇത് പശയാണ്. 2 പാക്കറ്റ് പശ 10 കിലോയുടെ ഈ ഒരു ചാക്കിന് വേണ്ടി വരും. ആദ്യം വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് ഈ പശ നന്നായിട്ട് കലക്കണം. പശ നന്നായിട്ട് ഞെക്കിപ്പിഴിഞ്ഞിതാ ഒഴിക്കുന്നുണ്ട്. എൻ്റെ കൊച്ചു കരനടി മോളോട്ടിയുണ്ട് ഹെൽപ്പിന്. നന്നായിട്ട് അവളത് അവിടെ കൂടെ ഒക്കെ കറങ്ങിക്കൊണ്ട് കിടപ്പുണ്ട്. മോളെ ഒന്നുമില്ല. ചാക്ക് പൊട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. അവക്കും പൊട്ടിക്കണമെന്നൊക്കെ കൈയൊക്കെ ഇങ്ങനെ വിരിവിരാന്ന് വരുന്നുണ്ട്. പൊട്ടിച്ച് ഉദ്ഘാടനം അവളിടാന്ന് ഇങ്ങനെ വാശി പിടിച്ചിരിക്കുകയാണ്. ആശാത്തി തന്നെ എടുത്തു. ഇട്ട് കുറേശ്ശെ പൊടിയിട്ട് നന്നായിട്ട് കലക്കുന്നുണ്ട്. ശകലം വെള്ളം കൂടിപ്പോയെന്നാണ് തോന്നുന്നത്. എന്തായാലും ബാക്കി പൊടി കൂടെ ഫുള്ളും കുറേശ്ശെ തട്ടി കലക്കി നോക്കാമെന്ന്. ബാക്കി പൊടിയും കൂടെ തട്ടി കുറേശ്ശെ തട്ടി നന്നായിട്ട് കലക്കണം. നന്നായിട്ട് ആ പൊടി നന്നായിട്ട് ഒരു ലേശം വെള്ളം കൂടിപ്പോയി. അത് നന്നായിട്ട് ആ പൊടി മൊത്തമായിട്ട് കലക്കണം കേട്ടോ. കുറേശ്ശെ നന്നായിട്ട് കലക്കി നന്നായിട്ട് കലക്കണം. നന്നായിട്ട് കലക്കി കലക്കി. മോനെണീറ്റ് വന്നിട്ടുണ്ട്. നന്നായിട്ട് കലക്കി. എൻ്റെ കലക്കാൻ നല്ലപോലെ കലക്കി. ചെറിയൊരു ബക്കറ്റിലോട്ട് ഒഴിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് തുടങ്ങി. ഒരു സൈഡിൽ ബക്കറ്റിലൊഴിച്ച് ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് ഐശ്വര്യമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാനും മോളോട്ടും കൂടെ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് ബ്രഷ് എടുത്തിട്ട് അടിക്കാൻ തുടങ്ങി. ശകലം വെള്ളം കൂടിപ്പോയതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് അടിക്കുകയാണ്. ഒരു പ്രാവശ്യം അടിക്കേണ്ടടുത്ത് 2-3 പ്രാവശ്യം അടിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ആരും അതിന് മുമ്പ് അടിച്ചും കണ്ടിട്ടില്ല. എന്നാലും ഞങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാനും മോളും കൂടെ ചെയ്തെന്നേ ഉള്ളൂ. ആർക്കെങ്കിലും കുറഞ്ഞ ചിലവിൽ ആർക്കെങ്കിലും പ്രയോജനം ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ച്. ഒത്തിരി വൃത്തികേടായിട്ടാണ് കിടന്നത്. കാരണം ഒത്തിരി നാളായി, ഒത്തിരി വർഷം, ഏകദേശം 8 വർഷത്തോളമായി ഇവിടെ പെയിൻ്റ് അടിച്ചിട്ട്. ആകെ വൃത്തികേടായിട്ടാണ് കിടന്നത്. അങ്ങനെ ഒരു വിധമൊക്കെ ഞങ്ങൾ ഒപ്പിച്ചുകൊണ്ട് വരുന്നുണ്ട്. അവിടെ താഴെ കുറച്ച് അടിച്ച് കഴിഞ്ഞ് ഇനി മുകളിൽ നിന്ന് താഴോട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. അമ്മ എന്നെയും കൂടി ഏണി കേട്ടോ? വേണ്ട, നീ വേണ്ട. ഇതാണ് പറയണത്. അമ്മ മതിൽ ചാടിക്കഴിഞ്ഞാൽ മോള് വേലി ചാടുവന്നു. അതിവിടെ പറയണ്ട. അങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട്, മോള് താഴെയും ഞാൻ മുകളിൽ നിന്ന് അടിക്കുന്നുണ്ട്. അവൾക്ക് മുകളിലേക്ക് ഏണിയിലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് പാവം അങ്ങനെയൊക്കെ ചോദിച്ചത്. എന്നാലൊരു പേടിക്കുഞ്ഞല്ലേ അവൾ. മുകളിൽ നിന്ന് താഴോട്ട് അങ്ങനെ വീണ് കഴിഞ്ഞാൽ ഒരു ചേച്ചി അതവഴി പോകുന്നുണ്ട്. ഞങ്ങളോട് കുശലമൊക്കെ ചോദിച്ചാട്ടാണ് അതവഴി പോയത്.
നേരെ ഇരട്ടി തുടങ്ങി. കുഞ്ഞകത്ത് ഉണർന്ന് ഞാൻ അങ്ങനെ പയ്യെ താഴോട്ട് ഇറങ്ങുവാണ്. അങ്ങനെ കുഞ്ഞിൻ്റെ കരച്ചിലൊക്കെ മാറ്റി ഞാനും മോളും മോനും കൂടെ പുറത്തിറങ്ങി. പുറത്തിറങ്ങി അങ്ങനെ പെയിൻ്റ് അടിച്ചതിൻ്റെ പുറത്തൂടെ ഒന്നും കൂടെ പെയിൻ്റ് അടിക്കണം. അങ്ങനെ ശരി, പെയിൻ്റ് അടിച്ച് മോൻ ഓരോ കുശലം ചോദിക്കുവാണ്. ഇന്നത്തേക്ക് നിർത്തി. ഏകദേശം മതി കേട്ടാക്കളെ. ലിയ മോളെ ഇന്നത്തേക്ക് മതി. വാവ എണീറ്റ്. ഇപ്പം സൂപ്പറായില്ലേ? നേരത്തെ കണ്ട വീട് പോലെയാണോ ഇപ്പോഴും? സൂപ്പറായില്ലേ? ഒരുപാട് പൈസ ചിലവൊന്നുമില്ല. വെറും 300 രൂപയുടെ പൈസ ചിലവേ ഉള്ളൂ. പിന്നെ നമ്മുടെ കുറച്ച് സമയം, പെയിൻറ്റ് കുറച്ചുകൂടെ ബാക്കിയുണ്ട്. ഫുൾ അടിച്ച് തീർക്കാനുള്ള പെയിൻറ്റ് ആണ് കലക്കിയത്. പക്ഷേ കുഞ്ഞ് ഉണർന്നുകൊണ്ട് ഈ ഒരു കാര്യം നടക്കില്ല. അതുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തി. ബാക്കി ഫുൾ വീഡിയോ നിങ്ങൾക്ക് നാളെ ബാക്കി കൂടെ ചെയ്തതിന് ശേഷം ബാക്കി ഫുൾ വീഡിയോ ഇട്ടാണ്. സന്ധ്യയായി, കോഴിയൊക്കെ പോകാൻ തുടങ്ങി. രാത്രി പെയിൻറ്റ് കുറേ ബാക്കിയുണ്ട്. ഈ വീട് മൊത്തം അടിക്കാനുള്ള പെയിൻ്റ് ഉണ്ട്. അങ്ങനെ കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പിന്നെയും പുറത്തോട്ട് ഇറങ്ങി. ലിയ മോളെ ഇനി ഇറങ്ങി വാക്കളെ. ഇത് പിടി. ഇനി ഏണി എടുത്ത് അപ്പുറത്തോട്ട് വെച്ചാലേ ബാക്കി അടിക്കാൻ പറ്റുള്ളൂ. നീ അപ്പുറത്തോട്ട് ഇറങ്ങിയോ? ഒരു പിടി പിടിച്ചാൽ മതി എനിക്ക്. അമ്മ ഇറങ്ങ്. അവിടെ അടിച്ചിട്ട് ഷെയ്ഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഏണി എടുത്ത് ഇപ്പുറത്തോട്ട് വെച്ച് കയറി. വീഴാതിരിക്കാൻ വേണ്ടി മോളൂട്ടി മുറുക്ക പിടിച്ചിട്ടുണ്ട്. നല്ല ഇരുട്ടി തുടങ്ങി കേട്ടോ. അവളെ വീട്ടിലേക്ക് തള്ളിയിടുമെന്നൊക്കെ പറയുന്നുണ്ടോ? കണ്ണിൽ പൊടി വീണ്. കണ്ണിൽ പൊടി വീണ്. ഇനി രക്ഷയില്ല. താഴോട്ടിറങ്ങി വെള്ളം എടുത്ത് മോൻ കഴുകാൻ കുറച്ച് വെള്ളം എടുത്തോണ്ടിരുന്നപ്പോൾ അവൾ ആ ബക്കറ്റോടെ എടുത്തോണ്ട് വന്ന് അങ്ങനെ കണ്ണൊക്കെ തൂത്ത് തിരുമ്മി കുറേ സമയം അവിടെ അങ്ങനെ പോയി. ഓക്കെ, കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ട്. അങ്ങനെ മോളോട്ട് ഇഷ്ടപ്പെട്ടു. പൊന്നെ എന്റെ കുഞ്ഞാവനെ തൊട്ടിലൊന്ന് എണീപ്പിച്ചിട്ട് നീ അറിയിരിക്കണടാ. തൊട്ടിലിരിക്കണ നീ മക്കളെ തൊട്ടിൽ നിറയ്ക്കിയ മോനെ. നീ അടിക്കണ്ടെന്ന് നിനക്ക് മേശയിൽ പണിക്ക് പോകണ്ട, ഒന്നിനും പോകണ്ട, നിനക്ക് ഒന്നും അറിയണ്ടല്ലോ. പിന്നെ എപ്പോ നോക്കിയാലും കളിച്ചില്ല. നമ്മള് ഈ പറഞ്ഞ നീയാ മേടിച്ചിട്ട് പിടിക്ക് പോണേ. അമ്മ വീട്ടമ്മ തന്നെ ചെയ്യണം. ഞാൻ സ്കൂള് പണിയുണ്ട്. സ്കൂളിൽ പഠിക്കാണ് എന്റെ പണി. ഞാൻ സഹായിച്ചതേ ഉള്ളൂ. സ്കൂളിൽ കളഞ്ഞു. എടാ ആടാ ഒന്ന് നിർത്തടാ. എന്നെ ചുമ്മാ ഞാൻ മോനെ ജെറി മോനെ, നിങ്ങൾ എന്തിനാണ് എന്നെ ശല്യപ്പെടുത്തണത്? ഒന്ന് ആട്ടം കുത്തു 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 കുത്തു. നീ ഇതുപോലെ സഹായിച്ചു. നീ സഹായിച്ചെന്ന് പറഞ്ഞാൽ നീ അവരെ അമ്മയാവണ്ട കേട്ടോ. അതുകൊണ്ട് ഇന്നത് കയറി നിരങ്ങാൻ പറഞ്ഞ ആരെങ്കിലും നീ ചേച്ചി അമ്മയൊന്നും ആവണ്ട. അമ്മയെ മോളും കൂടെ കളിച്ച് കളിച്ചിവിടെ എല്ലാം ആക്കി. അമ്മയല്ലേ ആക്കിയേ. തുടച്ചെടുക്കാം. എന്റെ കുറ്റം പറഞ്ഞ ചെറുക്കാൻ നിനക്ക് പണിക്കും പോണ്ട, ഒന്നിനും പോണ്ട. അച്ഛമ്മയെ കഷ്ടപ്പെടുത്താതെ ചെറുക്കാൻ. നിന്റെ അടുത്ത് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. എന്തായാലും ഞങ്ങൾ ഈ പെയിൻറ്റ് മൊത്തം അടിച്ച് തീർത്തപ്പോൾ രാത്രി 11 മണി കഴിഞ്ഞ്. ഞങ്ങൾ എന്തായാലും മുറി ഫുള്ളും അടിച്ച്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയണേ. ഗുഡ് നൈറ്റ്.